നമ്മൾ ഇന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഒരു കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഓട്ടിക്കാൻ പഠിക്കാട്ടാ എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ വണ്ടി സിമ്പിൾ ആയിട്ട് എങ്ങനെ ഓട്ടിക്കുക എന്നുള്ളതിന്റെ മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ശരി. അപ്പോൾ നമ്മൾ വണ്ടി ആദ്യം ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ആദ്യം ചാവി എടുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇതിലേക്ക് ചാവി നമ്മൾ ഇട്ടു, അത്രേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് വണ്ടിയിൽ കയറിയതും സീറ്റ് ബെൽറ്റ് ഇടുക. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ ഇടണം കേട്ടോ. അറിയാത്തവർക്ക് ഇതിനെങ്ങനെ കൊണ്ടുവരിക, ഇതിലെങ്ങനെ പിടിക്കുക, ഇതെങ്ങനെ എടുത്തിട്ട് നമ്മുടെ കൈ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ആക്കാം. എന്നിട്ട് ഇതിന്റെ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, ഈ ലോക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് ഇട്ടു. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടലാണ്. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ കണ്ണാടികൾ ശരിയാക്കാം. നമുക്ക് കാണുന്ന രീതിയിൽ കണ്ണാടികളൊക്കെ ഒന്ന് മൂവ് ചെയ്യാം. ഈ കണ്ണാടിയും ഇവിടെ ഒരു കണ്ണാടി. അപ്പൊ അടുത്തത് നമുക്ക് അപ്പുറത്തൊരു കണ്ണാടി ഉണ്ട്, ലെഫ്റ്റ് സൈഡുള്ള കണ്ണാടി നമ്മൾ അതും ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് കാണുന്ന രീതിയിലേക്ക് സെറ്റാക്കി വെക്കുക. അപ്പോൾ ഇതാണ് ഹാൻഡ് ബ്രേക്ക്. അപ്പൊ ഈ ഹാൻഡ് ബ്രേക്ക് ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ താഴ്ത്തിക്ക് പോകും. ഇതിങ്ങനെ താഴ്ത്തിക്ക് ആയിക്കഴിഞ്ഞാൽ ഇത് ഹാൻഡ് ബ്രേക്ക് എടുത്തു എന്നാണ് അർത്ഥം. ഇവിടെ ഒരു പ്രസ് ഉണ്ട്, ഇതിലിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അത് താഴ്ത്തിക്ക് പോകും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് എടുത്തു വിടുക. അടുത്ത നമ്മൾ ഇത് ഗിയറാണ്. അപ്പൊ ഈ ഗിയർ നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇതിങ്ങനെ ആകുമ്പോൾ ന്യൂട്രാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇളക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ന്യൂട്രായിട്ടാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ കൺഫേം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ആടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ന്യൂട്രാണ്. അപ്പൊ ഇതാണ് വണ്ടിന്റെ ലെഫ്റ്റ് സൈഡുള്ള, ഇതാണ് ക്ലച്ച്, ഇത് ബ്രേക്കാണ്. സെൻറ്റർ നടുവിലെ ഉള്ള സാധനം ബ്രേക്കാണ്. ഇത് ആക്സിലേറ്റർ, ഇതാണ് ആക്സിലേറ്റർ. അപ്പൊ ഈ മൂന്നെണ്ണം നമ്മളെപ്പോഴും കാല് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഇത് ക്ലച്ച്, ഇത് ബ്രേക്ക്, ഇത് ആക്സിലേറ്റർ. അപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവും. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഇനി അടുത്തത് നമ്മൾ നേരെ ക്ലച്ചിലേക്ക് ക്ലച്ച് ഫുള്ള് ഇങ്ങനെ ചവിട്ടി പിടിക്കുക. ക്ലച്ച് ഇങ്ങനെ ഫുള്ള് ക്ലച്ച് ചവിട്ടി പിടിച്ചതിന് ശേഷം നേരെ ഈ ന്യൂട്രായ ഗിയറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇങ്ങനെ അടിച്ച് ഫുള്ള് ക്ലച്ച് ചവിട്ടി പിടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഏറ്റവും ലാസ്റ്റിക്ക് ഇങ്ങനെ തള്ളിയിട്ട് അതിനെന്ത് ചെയ്യുക, ഇങ്ങോട്ട് നിൽക്കുക. ഇപ്പോൾ നമുക്കത് ഫസ്റ്റ് ഗിയറിലേക്ക് വണ്ടി മാറിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ലേറ്റായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാല് മെല്ലെ അവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് എടുക്കണം. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ മെല്ലെ ക്ലച്ച് ഇങ്ങനെ കാലെടുക്കണ സമയത്ത് മെല്ലെ ഇങ്ങനെ ആക്സിലേറ്റർ മെല്ലെ ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ മെല്ലെ കൊടുത്ത് ആദ്യം വണ്ടി എടുക്കണം. അത് ഇടയിൽ നമുക്ക് വണ്ടി ഓവർ പോകണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടി അത് നിർത്തണം. അപ്പം നമ്മൾ മെല്ലെ എന്താ ചെയ്യണ്ടേ, വണ്ടി ഇങ്ങനെ കാല് ഇതിലേക്ക് ലേശം കൊടുക്കുക, വണ്ടി ഇങ്ങനെ മൂവായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഈ ന്യൂട്രായ വണ്ടിനെ 1, 2, 3, 4, 5 ഈ 5 ഗിയർ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് പഠിക്കട്ടാ. അപ്പോൾ ആദ്യം വണ്ടി ഫുള്ള് ക്ലച്ച് ചവിട്ടി പിടിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റിലേക്ക് ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഗിയറായി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഗിയർ എടുത്തിട്ട് വണ്ടി മൂവ് ചെയ്യാം. എന്നിട്ട് 2, 3, 4 ഗിയർ എങ്ങനെ ഇടുന്നു നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി മൂവായി കഴിഞ്ഞു. അപ്പോൾ ഈ മൂവായി കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഇങ്ങോട്ട് തിരിച്ചിടുക. ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗിയറായി കേട്ടോ. രണ്ടാമത്തെ ഗിയറിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, മൂന്നാമത്തെ ഗിയർ ഇവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റിക്ക് എടുത്ത് ഇങ്ങോട്ട് തട്ടാം. അപ്പോൾ ഇതെന്തായി, മൂന്നാമത്തെ ഗിയറിലേക്ക് വണ്ടി ഷിഫ്റ്റ് ആയി. ഇപ്പൊ മൂന്നാമത്തെ ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടിയതിന് ശേഷം വീണ്ടും നമ്മളതിന് നേരെ റിവേഴ്സോട്ട് തട്ടണം ഇങ്ങനെ. അപ്പോൾ നാലാമത്തെ ഗിയറായി ഇപ്പോൾ വണ്ടി. അപ്പൊ നാലാമത്തെ ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിച്ചതിന് ശേഷം ഇങ്ങോട്ടാക്കി ലാസ്റ്റ് ആക്കിയിട്ട് മേലോട്ട് തട്ടാം. അപ്പൊ എന്തായി, അഞ്ചാമത്തെ ഗിയറിലേക്കാണ് ഇപ്പോൾ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അഞ്ചാമത്തെ ഗിയറിലാണ് പോവുക. അപ്പൊ നമ്മൾ ഓരോരോ ഗിയർ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാണെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1, 2, 3, 4, 5 അങ്ങനെയാണ് വരിക. അപ്പൊ എല്ലാ വണ്ടിക്കും 5 ഗിയർ ഉണ്ടാവണമെന്നില്ല, ചിലവര് 4 ഉണ്ടാവുള്ളൂ. ഇതിലിപ്പോ 5 ഗിയർ ഉണ്ട് ഇതിൽ.
ചില വണ്ടികൾക്കൊക്കെ നാല് ഗിയറൊക്കെ ഉള്ളൂ. നേരെ ഈ സൈഡിലോട്ട് തട്ടി കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് ആവും. ഇവിടെ ഏറ്റവും ഇങ്ങോട്ട് അറ്റത്തേക്ക് തട്ടിയിട്ട് നേരെ എന്ത് ചെയ്യുക, ബാക്കിലോട്ട് വലിക്കുക. അപ്പോൾ വണ്ടി റിവേഴ്സ് ആവും. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഓട്ടി പഠിക്കുക. അറിയണ ആരെങ്കിലും അടുത്ത് നിർത്തിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒറ്റക്കാരും വണ്ടി എടുത്ത് ഇതേപോലെ പഠിക്കാതിരിക്കുക. അടുത്ത ആരെങ്കിലും അറിയണ ഒരാളിനെ കൂടെ എടുത്തിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും കാർ ഓട്ടി പഠിക്കാൻ വേണ്ടിയിട്ട്